എസ്തർ അധ്യായം 13. യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന. കത്തിന്റെ പകർപ്പ്. അഹസ്വേരൂസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത്. അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ അധികാരനാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായും ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കാമെന്ന് എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ, ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തതയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്ത് 2-ാം സ്ഥാനം നേടിയവനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു: ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനത ഉണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്കു വിരുദ്ധമാണ്. അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു. അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു. ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു. നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഈ വർഷം 12-ാം മാസമായ ആദാർ മാസം 14-ാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ 2-ാമത്തെ പിതാവുമായ ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അങ്ങനെ പണ്ടു മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ. നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ. എസ്തർ അധ്യായം 3. എല്ലാ ജനതകളും ആ ദിവസത്തേക്കു തയ്യാറായിരിക്കാൻ വേണ്ടി ഈ രേഖയുടെ പകർപ്പ് രാജശാസനമായി എല്ലാ പ്രവിശ്യകളിലും എത്തിച്ച് വിളംബരം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജകൽപ്പന പ്രകാരം ദൂതന്മാർ ശീഘ്രം പോയി തലസ്ഥാനമായ സൂസായിൽ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവും ഹാമാനും മദ്യപിച്ചു കൊണ്ടിരുന്ന ആ സമയം സൂസാ നഗരം അസ്വസ്ഥമായിരുന്നു. എസ്തർ അധ്യായം 4. എസ്തേറിന്റെ മാധ്യസ്ഥ്യം. ഈ സംഭവം അറിഞ്ഞ മൊർദെഖായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു. അവൻ രാജാവിൻ്റെ പടിവാതിലോളം ചെന്നു നിന്നു. കാരണം ചാക്കുവസ്ത്രമുടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി. ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു. തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പര്യാകുലയായി. ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊർദെഖായിക്ക് കൊടുത്തയച്ചു. പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹഥാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊർദെഖായിയുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലിനു മുൻപിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊർദെഖായിയുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മൊർദെഖായി അവനോട് പറഞ്ഞു. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശുദ്ധീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മൊർദെഖായി അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക.
രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹദാക്ക് ചെന്ന് മൊർദെഖായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു. അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൊർദെഖായെ അറിയിച്ചു. എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം, വിളിക്കപ്പെടാതെ ആരെങ്കിലും, ആണായാലും പെണ്ണായാലും, അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ. രാജാവ് തൻ്റെ സ്വർണ്ണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദെഖായെ അറിയിച്ചു. അപ്പോൾ മൊർദെഖായി എസ്തേറിന് മറുപടി കൊടുത്തു, നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരെക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ മൊർദെഖായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്കു നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്തു പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദെഖായി ചെയ്തു. എസ്തേർ അധ്യായം 13. മൊർദെഖായിയുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദെഖായി പ്രാർത്ഥിച്ചു. കർത്താവേ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവേ, പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ. ആകാശവും ഭൂമിയും ആകാശത്തിനു കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ്. കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കുമാവില്ല. അങ്ങ് എല്ലാം അറിയുന്നു. ഔദ്ധത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വാകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാന്റെ മുൻപിൽ കുമ്പിടാത്തതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഉള്ളംകാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ ഞാൻ ഇതു ചെയ്തത് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. എൻ്റെ ദൈവമായ കർത്താവിന്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല. ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. രാജാവും ദൈവവുമായ കർത്താവേ, അബ്രാഹത്തിന്റെ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവച്ചിരിക്കുന്നു. ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങേക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു. അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു.